ഹായ് കൂട്ടുകാരെ, അസ്സലാമു അലൈക്കും. അപ്പോൾ ഇന്ന് ഞാൻ വന്നിട്ടുള്ളത് ഒരു തികച്ചും വ്യത്യസ്തമായൊരു വീഡിയോയുമായിട്ടാണ്. ഞാൻ കഫീലിൻ്റെ കൂടെ മക്കയിൽ പോയിരുന്നു. അപ്പോൾ അന്നെടുത്ത ഒരു വീഡിയോ. അപ്പോൾ അങ്ങനെ ഞാൻ കുറച്ച് വീഡിയോസ് എല്ലാം ചേർത്ത് ഒരു വ്ളോഗാക്കി ഞാൻ കാണിക്കാനാണ് ഉദ്ദേശിക്കുന്നത്. അപ്പോൾ കണ്ടു നോക്കിയാലോ വീഡിയോ എങ്ങനെയുണ്ട്. അപ്പോൾ തെറ്റുകളുണ്ടെങ്കിൽ എല്ലാവരും ക്ഷമിക്കുക. എൻ്റെ വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക, കമൻറ്റ് ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. അപ്പോൾ വീഡിയോ കണ്ടു നോക്കിയാലോ, സപ്പോർട്ട് ചെയ്യുക. അങ്ങനെ ഞങ്ങൾ രാവിലെ എല്ലാം റെഡിയായിട്ട് ഇരിക്കുകയാണ്. വണ്ടിയിൽ സാധനങ്ങളൊക്കെ നല്ല രാത്രി തന്നെ ലോഡാക്കിയാണ്. ആ നിൽക്കുന്ന നീല ഫോർഡ് കഫീലിൻ്റെ വണ്ടി, അതിലാണ് വീട്ടിലുള്ള എല്ലാവരും കയറി വരുന്നത്. പിന്നെ ഞാൻ ഓടിക്കുന്ന എൻ്റെ വണ്ടിയിൽ ഞാനും പിന്നെ ഒരു പയ്യനാണുള്ളത്. എൻ്റെ വണ്ടിയിൽ ലഗേജ് കാര്യങ്ങൾ കംപ്ലീറ്റ് സാധനങ്ങൾ എൻ്റെ വണ്ടിയിലാണ്. പിന്നെ ഇത് എൻ്റെ വീടിൻ്റെ അടുത്തുണ്ടായ തണ്ണിമത്തനാണ്. വെറുതെ ജസ്റ്റ് ഒന്ന് ഉണ്ടാക്കി നോക്കിയാണ്. നല്ല അടിപൊളിയായിട്ട് ഉണ്ടാവുന്നുണ്ട്. അതിൻ്റെ ഉള്ളിൽ തണ്ണിമത്തമുണ്ട്, നല്ല രീതിയിൽ ഉണ്ടാവുന്നുണ്ട്. അങ്ങനെ ഞാൻ വണ്ടിയിലേക്ക് കയറിയിരുന്ന് വണ്ടിയിൽ ഫുള്ള് ലഗേജാണ്. വരുന്ന ആൾക്കാരൊക്കെ ഡ്രസ്സും കാര്യങ്ങളും എല്ലാം ഉണ്ട്. അങ്ങനെ ഞാൻ അവരെ വെയിറ്റ് ചെയ്തിരിക്കുകയാണ്. അങ്ങനെ ഞങ്ങൾ റിയാദ് കടന്ന് പോയിക്കൊണ്ടിരിക്കുകയാണ്. നല്ല അടിപൊളി റോഡാണ്. രണ്ട് സൈഡിലെ കാഴ്ചകൾ നല്ല രസമുണ്ട് കാണാൻ. രണ്ട് സൈഡും കണ്ടാൽ നമുക്ക് മനസ്സിലാവും. ഇവിടെ വെട്ടി റോഡ്, ഇതിൻ്റെ ഇടയിലൂടെ റോഡ് താഴ്ത്തിയതാണ്. എന്നാലും ഇതൊരു താഴ്ചയിലാക്കിയാണ് പോയിക്കൊണ്ടിരിക്കുന്നത്. അങ്ങനെ ഞങ്ങൾ മക്കയിലേക്കുള്ള പാത, വീടിൻ്റെ വണ്ടി മുന്നിലുണ്ട്. അങ്ങനെ ഞങ്ങൾ 140 കിലോമീറ്റർ വേഗത്തിൽ പോയിക്കൊണ്ടിരിക്കുകയാണ് ഹൈവേയിലൂടെ, മരുഭൂമിയുടെ ഈ ഏകാന്ത തലങ്ങളിലൂടെ. റോഡ് ഒരു രക്ഷയില്ല കേട്ടോ. പൊളി റോഡ് എന്ന് പറഞ്ഞാൽ പൊളി, അടിപൊളി. പിന്നെ നല്ല വിജനമായിട്ട് കിടന്ന അപ്പുറപ്പുറം അപ്പുറത്തൊന്നും കിടക്കാനില്ല. അവിടെ കമ്പിവേലി കെട്ടിയിട്ടുണ്ട്. നമുക്ക് വണ്ടി നിർത്തിയിട്ട് അപ്പുറം കിടക്കാന്ന് പറഞ്ഞാൽ നടക്കില്ല. അവിടെ കിടക്കാത്ത രീതിയിൽ കമ്പിവേലി കെട്ടിയിട്ടുണ്ട്. പക്ഷെ കാണാൻ നല്ല രസമുണ്ട് കേട്ടോ. എന്താ റോഡ്, 140 സ്പീഡിലൊക്കെയാണ് പോകുന്നത്. എന്നാൽ തന്നെ അറിയണില്ല. 140 ഈ റോഡിൻ്റെ വേഗത.
അലക്കുണ്ട്. ഞാൻ വല്ല പോണ കാരണം മൂപ്പര് പിന്നെ ഇതാക്കിയിട്ട് എന്ന് പറഞ്ഞാൽ 140 സ്പീഡ്. റോഡിൻ്റെ വേഗത പരിധി 150ആണ്. പക്ഷെ മൂപ്പർക്ക് അറിയാം, കമ്പനിയിൽ അറിയാം ഇവിടുത്തെ ക്യാമറ ഒക്കെ എവിടെ ഉള്ളത്. ക്യാമറ കണ്ടാൽ ചവിട്ടും. മലകൾ, മലനിരകൾ ഉണ്ടോ എല്ലാമാണ് ഇതിലൂടെ നമ്മൾ കണ്ടു. മുന്നിൽ കമ്പനിയിലെ വണ്ടി കാണാനില്ല. പുറത്ത് മലനിരകളുണ്ട്, പുറത്ത് ടവറുണ്ട്. പെട്രോൾ പമ്പിൽ നിർത്തി പോണ വഴിക്ക് ഇനി അങ്ങോട്ട് പമ്പ് കുറച്ച് വിട്ടിട്ടാണ് അപ്പോൾ ഇവിടെ നിർത്തി എണ്ണ അടിക്കാൻ. പെട്രോൾ അടിച്ചുകൊണ്ടിരിക്കുകയാണ്. ഫുള്ളാണ്, 2 കാണാൻ ഫുള്ളാക്കി. പാറക്കെട്ട് കാണുന്നതാണ്. പൊടിക്കാറ്റടിക്കുന്ന ഏരിയയാണ്. ഞങ്ങളിതാ അങ്ങനെ പോയിക്കൊണ്ടിരിക്കുന്നുണ്ട്. ഞാൻ പയ്യൻ്റെ കയ്യിൽ കൊടുത്ത് ഫോൺ വീഡിയോ എടുക്കാൻ വേണ്ടിയിട്ട്. ഓനെന്ന് പറഞ്ഞൊരു ലേശം വളർച്ച കുറവുള്ളൊരു പയ്യൻ. അപ്പോൾ വീഡിയോ എടുക്കാൻ പറഞ്ഞപ്പോൾ എടുക്കാനൊക്കെ സമ്മതിച്ചു. വീഡിയോ എടുത്തു. പക്ഷെ ക്യാമറ നേരത്തെ പിടിക്കുന്നില്ല. അങ്ങനെ നല്ല രീതിയിൽ പിടിക്കുന്നില്ല. ഞാൻ വിജനമായ പാതയിലൂടെ ഇപ്പോൾ സമയം 1:02 ഇപ്പോൾ ഞങ്ങൾ പോയിക്കൊണ്ടിരിക്കുകയാണ്. വീഡിയോ എടുക്കുന്നത് നമ്മുടെ സ്വന്തം വീട്ടിലെ പയ്യനാണ്. അവൻ ആദ്യമായിട്ട് ക്യാമറ പിടിക്കണമെന്ന്. വിജനമായ പാതയാണ്. ഞങ്ങളിങ്ങനെ പോയിക്കൊണ്ടിരിക്കുന്ന സൂര്യൻ അസ്തക്കാരായി. അങ്ങനെ വൈകിട്ടൊരു 3-3:30 ടൈം ആകുമ്പോഴേക്കും ഞങ്ങൾ തായ്ഫെത്തി. ഇവിടെത്തി. നല്ല അടിപൊളി റോഡാണ്, വെച്ച് പിടിച്ച് പോകുന്നു. 3 മണിക്ക് അങ്ങനെ അവിടെ എത്തി. ഇനി ഇന്ന് ഇവിടെ വന്നിട്ട് നാളെയാണ് മക്കത്തേക്ക് പോണത്. അപ്പോൾ ഇവിടുന്ന് ഇസ്രാം കിട്ടിയിട്ട് അങ്ങനെ പോവുള്ളൂ. ഹോട്ടൽ അടിപൊളിയായിരുന്നു. എന്തായാലും യാത്ര അടിപൊളിയായിരുന്നു. ഹോട്ടലിൻ്റെ ഫ്രണ്ടൊക്കെ ഞാൻ വെറുതെ ഒന്ന് വീഡിയോ എടുത്താണ്. നല്ല രസമുണ്ട് കാണാൻ. ലെഫ്റ്റ് സൈഡിൽ കാണുന്ന ഹോട്ടലിലാണ് ഞങ്ങൾ റൂം എടുത്തത്. റൂമൊക്കെ നല്ല അടിപൊളിയാണ്, സൂപ്പർ റൂമാണ്. എടുത്ത ഹോട്ടലിൻ്റെ ഉള്ളൊന്ന് കാണിക്കണ്ടേ, അടിപൊളിയാണ്. എന്തായാലും ഞാൻ ലിഫ്റ്റൊക്കെ ഉണ്ട്, പക്ഷെ ഞാൻ കോണി ഉപയോഗിച്ച് കോണി കയറാൻ വയ്യാത്ത ലിഫ്റ്റ് ഉണ്ടാകാൻ. അപ്പോൾ ഇതാണ് എൻ്റെ റൂമൊന്ന് കാണാം.
ഇതാണ് ബെഡ്റൂം. ഇതിലിപ്പോൾ കുറേ ആൾക്കാർക്ക് കിടക്കുക. ഞാൻ ഒറ്റയ്ക്കപ്പോൾ ഇതിൻ്റെ ഉള്ളിൽ കിടക്കാൻ പോണത്. റൂം എന്തായാലും പൊളിച്ച്. ഞാൻ ഒറ്റയ്ക്ക് ഉണ്ട് ഈ റൂമിൽ. അവർക്ക് ഫാമിലി മൊത്തം വേറെ റൂമുണ്ട്. ഒരു സംഭവം തന്നെ കേട്ടോ. തായ്ഫ് രണ്ട് സൈഡിലും കുന്നുകളാണ്, അതിനിടയിൽ ഈ റോഡ്. ഒരു ചുരം പോലൊക്കെയാണ് ഇവിടെ. പിന്നെ സ്പീഡ് ലിമിറ്റ് 110 ക്യാമറ ഉണ്ട്. പിന്നെ ചില ഭാഗത്തൊക്കെ വണ്ടി സൈഡിലേക്കൊക്കെ തെന്നി മാറിപ്പോയതൊക്കെ കാണാൻ പറ്റും. എന്തായാലും അടിപൊളി. അങ്ങനെ ഞങ്ങൾ മക്കത്തെത്തി. സംസം വെള്ളം ആണിതെല്ലാം. ഇവിടെ പിന്നെ എല്ലാ സ്ഥലത്തും സംസം വെള്ളം കിട്ടും. നമുക്ക് അവിടെ നിന്ന് കുടിക്കാം. നമ്മളെ കഫീൽ അവിടെ ഇരിക്കുന്നു. കഫീലും പയ്യനും
ഉംറ കഴിഞ്ഞ് ഞങ്ങൾ വണ്ടി പാർക്ക് ചെയ്ത സ്ഥലത്തേക്ക് ബസ് അവിടുന്ന് വണ്ടി ഇങ്ങോട്ട് കടത്തി വിടൂല. വണ്ടി പാർക്ക് ചെയ്തിട്ട് അവിടുന്ന് ഇങ്ങോട്ട് ബസ്സിന് ഇങ്ങോട്ട് കുറച്ചുള്ളൂ ഈ ടണലുണ്ട് കിടന്നത്. അങ്ങനെ ഞങ്ങളെ ബസ്സിൽ കയറി അങ്ങോട്ട് വണ്ടി പാർക്കിങ്ങിൻ്റെ അടുത്തേക്ക് പോയിക്കൊണ്ടിരിക്കുകയാണ്. എന്തായാലും അത്ഭുതം തന്നെയാണ് കേട്ടോ. എന്താ ചുറ്റും പാറ മലകൾ, അതിൻ്റെ ഇടയിലാണ് ഈ സ്ഥലം. എന്തായാലും ഇങ്ങോട്ട് എത്താൻ കൊതിക്കുന്ന എത്രയോ ജനങ്ങളുണ്ട്. എല്ലാവർക്കും ഇങ്ങോട്ട് എത്താൻ സാധിക്കട്ടെ എന്ന് ഈ സമയത്ത് പ്രാർത്ഥിക്കുന്നു. എല്ലാവരും പ്രാർത്ഥനകളിൽ ഉൾപ്പെടുത്തുക. അങ്ങനെ ഞങ്ങൾ വണ്ടി പാർക്ക് ചെയ്ത സ്ഥലത്തെത്തി. അപ്പോൾ ഇന്നത്തെ വീഡിയോ ഇത്രേ ഉള്ളൂ. എല്ലാവരും സപ്പോർട്ട് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. അപ്പോൾ ബസ്സിൽ നിന്ന് ഇറങ്ങി ഞാൻ പെട്ടെന്ന് തന്നെ ഞങ്ങളുടെ വണ്ടിയുടെ അടുത്തേക്ക് ഞാനിങ്ങ് പോന്നു. കഫീലും അവരുടെ കുടുംബവും ബാക്കിൽ വരുന്നുണ്ട്. എൻ്റെ വണ്ടി റൂമിൻ്റെ അവിടെ നിർത്തിയിട്ടിരിക്കുകയാണ്. കഫീലിൻ്റെ വണ്ടിയിലാണ് വന്നത്. അപ്പോൾ ഞാൻ വണ്ടി ഓപ്പൺ ആക്കാൻ വേണ്ടി പെട്ടെന്ന് വന്നു. അപ്പോൾ ഇനി അടുത്ത വീഡിയോയിൽ കാണാം. ബൈ. മാഷാ അല്ലാഹ്. മബ്രൂക്ക് മബ്രൂക്ക്.